പത്തനംതിട്ടയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൂന്നി അതുമ്പുംകുളം ആവോലിക്കുഴിയിൽ ജനവാസ മേഖലയിലാണ് കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ശ്രീരാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, എന്താണ് വനംവകുപ്പിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? രുചീഷ്, അതായത് ഈ അതുമ്പുംകുളത്തെ കൃഷിസ്ഥലത്ത് കൃഷിക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി വൈദ്യുതി വലിച്ചിരുന്നു. ഇതിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചതാണ് എന്ന പ്രാഥമിക വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കൊമ്പനാനയാണ്, കാട്ടാനയാണ്. ഇതിനെ ഇന്ന് രാവിലെയോടെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. വലിയ ആനയാണ്, നല്ല പ്രായമുള്ള ആനയാണ്. ആവോലിക്കുഴിയിൽ സലീം കുമാർ എന്ന വ്യക്തിയുടെ പറമ്പിലാണ് ഇത്തരത്തിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ കൃഷിസ്ഥലമാണ്. ഇഞ്ചിയും വാഴയും അടക്കമുള്ള കൃഷികൾ അവിടെ ഉണ്ട്. വർഷങ്ങളായി അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കൃഷിക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വന്യജീവി ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി വൈദ്യുതി ലൈൻ അവിടെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് നാട്ടുകാരുമായി ചില തർക്കമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികൾ അത് അനുമതിയോടെ ചെയ്തതല്ല എന്ന തരത്തിലുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉള്ളത്. അതിന്റെ ചില തർക്കങ്ങൾ ഈ നാട്ടുകാരും കൃഷി ഉടമകളുമായിട്ടൊക്കെ എന്തായാലും അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി വരികയാണ്. രുചീഷ്. ശരി ശ്രീരാജ്.